HSC സോഷ്യൽ സയൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്കിലേതാണ്. അതിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നത്. അതുപോലെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളാണ് ഞാൻ ക്ലാസ്സുകളായി തന്നിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സും അതുപോലെയാണ്. എല്ലാവരും നല്ലതുപോലെ പഠിച്ചെടുക്കണം. ക്വസ്റ്റ്യൻ നോക്കാം. ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തം അനുഭവപ്പെടുന്ന കാലം ഏത്? ഓപ്ഷൻസ്: എ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ, ബി ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ, ഓപ്ഷൻ സി സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ, ഓപ്ഷൻ ഡി ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ. ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കാം. മഞ്ഞുകാലവും വേനൽക്കാലവും മാറി മാറി വരുന്നതും പ്രകൃതിയിൽ അതിനനുസൃതമായി ഉണ്ടാകുന്ന മാറ്റങ്ങളും അറിയപ്പെടുന്നതും ഋതുഭേദങ്ങൾ എന്നാണ്. സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് വ്യത്യസ്ത ഋതുക്കളിലെ പ്രധാന സവിശേഷത. ഇതിന് കാരണമാകുന്നത് ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവുമാണ്. ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാകുവാനുള്ള കാരണം ഭൂമിയുടെ പരിക്രമണം. ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി ഉണ്ടാകുവാനുള്ള കാരണം ഭ്രമണമാണ്. ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളാണ് ഭൂമിയുടെ പരിക്രമണം, അച്ചുതണ്ടിൻ്റെ സമാന്തരത, സൂര്യൻ്റെ അയനം, സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിൽ. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്ന് 66.5 ഡിഗ്രി ചരിവുണ്ട്. ലംബ തലത്തിൽ നിന്ന് കണക്കാക്കിയാൽ ഈ ചരിവ് 23.5 ഡിഗ്രിയാണ്. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്ന് നോക്കിയാൽ 66.5 ഡിഗ്രി ചരിവും ലംബ തലത്തിൽ നിന്ന് കണക്കാക്കിയാൽ ഈ ചരിവ് 23.5 ഡിഗ്രിയുമാണ്. പരിക്രമണ വേളയിൽ ഉടനീളം ഭൂമി ഈ ചരിവ് നിലനിർത്തുന്നു. ഇതിനെ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് പറയുന്നത്. അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിൽ ഉടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും 23.5 ഡിഗ്രി വടക്കും ദക്ഷിണായന രേഖയ്ക്ക് 23.5 ഡിഗ്രി തെക്ക് ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ സൂര്യൻ്റെ അയനം എന്ന് പറയുന്നു. ഒന്നുകൂടെ നോക്കാം. പരിക്രമണ വേളയിലുടനീളം ഭൂമി ഈ ചരിവ് നിലനിർത്തുന്നു. ഇതിനെ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് പറയുന്നത്. അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്ക്, അതായത് 23.5 ഡിഗ്രി വടക്ക് ദക്ഷിണായന രേഖയ്ക്കും 23.5 ഡിഗ്രി തെക്ക് ഇടയിൽ മാറി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ സൂര്യൻ്റെ അയനം എന്ന് പറയുന്നു. സൂര്യൻ്റെ അയനം മൂലം വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം എന്നിങ്ങനെ വ്യത്യസ്ത ഋതുക്കൾ ചാക്രികമായി ആവർത്തിക്കുന്നു. ഏതൊക്കെയാണ് ഋതുക്കൾ? വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം. വർഷത്തിൻ്റെ ഒരു പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും മറുപകുതിയിൽ ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യൻ്റെ ലംബരശ്മികൾ പതിക്കുന്നത്. സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നിടത്ത് ചൂട് കൂടുതലും സൂര്യരശ്മികൾ ചരിഞ്ഞ് പതിക്കുന്നിടത്ത് ചൂട് കുറവുമായിരിക്കും. എല്ലാ ഋതുഭേദങ്ങളും കാര്യമായി അനുഭവപ്പെടാത്ത മേഖലയാണ് ഉഷ്ണമേഖല. എല്ലാ ഋതുഭേദങ്ങളും വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖലയാണ് മിതോഷ്ണ മേഖല. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പൊതുവെ ഋതുഭേദങ്ങൾ പ്രകടമായി അനുഭവപ്പെടാത്തതിന് കാരണം വർഷം മുഴുവൻ ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ. സൂര്യനും ഭൂമിയും അടുത്തും അകന്നും. ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കും. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനമാണ് സൂര്യസമീപനം. അത് ജനുവരി 3-നാണ്. സൂര്യസമീപനത്തിൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 147 ദശലക്ഷ കിലോമീറ്ററാണ്. ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകന്നു പോകുന്ന ദിനം സൂര്യവിദൂര ദിനം അഥവാ സൂര്യോച്ചം. അത് ജൂലൈ 4-ആണ്. ഈ സൂര്യോച്ചം അഥവാ സൂര്യവിദൂര ദിനം ഇതിനെ അപ്ഹീലിയൻ എന്നും സൂര്യസമീപനത്തെ പെരിഹീലിയൻ എന്നും അറിയപ്പെടുന്നു. പെരിഹീലിയൻ്റെ ജനുവരി 3-ഉം അപ്ഹീലിയൻ ജൂലൈ 4-ഉമാണ്. സൂര്യവിദൂര ദിനത്തിൽ
സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 152 ദശലക്ഷം കിലോമീറ്ററാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ഒരു വർഷ കാലയളവാണ് ഒരു പരിക്രമണ കാലം എന്ന് പറയുന്നത്. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യ സമീപനം അഥവാ പെരിഹീലിയൻ, അത് ജനുവരി 3. സൂര്യ സമീപനത്തിൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 147 ദശലക്ഷം കിലോമീറ്റർ. ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകന്നു പോകുന്ന ദിനമാണ് അപ്ഹീലിയൻ അഥവാ സൂര്യോച്ചം അഥവാ സൂര്യവിദൂര ദിനം. അത് ജൂലൈ 4. സൂര്യവിദൂര ദിനത്തിൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 152 ദശലക്ഷം കിലോമീറ്റർ. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് വിഷുവങ്ങൾ അഥവാ ഇക്വിനോക്സ്. സൂര്യൻ്റെ സ്ഥാനം മധ്യരേഖയ്ക്ക് നേർമുകളിലാകുന്ന ഈ ദിനങ്ങൾ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലാകുന്ന ദിനങ്ങളാണ് മാർച്ച് 21 സെപ്റ്റംബർ 23. പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലാകുന്ന ദിനങ്ങളാണ് മാർച്ച് 21 സെപ്റ്റംബർ 23. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. മാർച്ച് 21 സെപ്റ്റംബർ 23. ഈ ദിനങ്ങളെ സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ അഥവാ ഇക്വിനോക്സസ് എന്നാണ് വിളിക്കുന്നത്. സൂര്യരശ്മികൾ ഭൂമധ്യരേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസം അറിയപ്പെടുന്നത് സമരാത്ര ദിനം അഥവാ വിഷുവം എന്നാണ്. ഭൂമിയിൽ അനുഭവപ്പെടുന്ന സമരാത്ര ദിനങ്ങളുടെ എണ്ണം 2. മാർച്ച് 21 സെപ്റ്റംബർ 23. വിഷുവങ്ങൾ 2 വിധം: വസന്ത വിഷുവം, ശരത് വിഷുവം. 2 വിഷുവങ്ങൾക്കിടയിലുള്ള സമയവ്യത്യാസം 6 മാസമാണ്. രാത്രിയും പകലും തമ്മിലുള്ള ദൈർഘ്യ വ്യത്യാസം കൂടുതലായി അനുഭവപ്പെടുന്ന ദിവസങ്ങൾ അറിയപ്പെടുന്നത് അയനാന്തങ്ങൾ എന്നാണ്. രാത്രിയും പകലും തമ്മിലുള്ള ദൈർഘ്യ വ്യത്യാസം കൂടുതലായി അനുഭവപ്പെടുന്ന ദിവസങ്ങൾ അറിയപ്പെടുന്നത് അയനാന്തങ്ങൾ. അയനാന്തങ്ങൾ 2 വിധം: കർക്കിടക അയനാന്തം അഥവാ ഗ്രീഷ്മ അയനാന്തം അഥവാ ഉത്തര അയനാന്തം. അത് ഒരു ടൈപ്പാണ്. കർക്കിടക അയനാന്തം, ഗ്രീഷ്മ അയനാന്തം, ഉത്തര അയനാന്തം എന്നീ 3 പേരുകൾ അറിയപ്പെടുന്നു. നെക്സ്റ്റ് വരുന്നത് മകര അയനാന്തം അല്ലെങ്കിൽ ശൈത്യ അയനാന്തം അല്ലെങ്കിൽ ദക്ഷിണ അയനാന്തം. കർക്കിടക അയനാന്തവും മകര അയനാന്തവും. കർക്കിടക അയനാന്തത്തിൻ്റെ മറ്റു പേരുകളാണ് ഗ്രീഷ്മ അയനാന്തം, ഉത്തര അയനാന്തം. അതുപോലെ മകര അയനാന്തത്തിൻ്റെ മറ്റു പേരുകളാണ് ശൈത്യ അയനാന്തം, ദക്ഷിണ അയനാന്തം. മാർച്ച് 21 മുതൽ മധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് 23.5 ഡിഗ്രി വടക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്തമെന്ന് വിളിക്കുന്നു. മാർച്ച് 21 മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് 23.5 ഡിഗ്രി വടക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്തമെന്ന് വിളിക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് ഈ ദിനത്തിലാണ്, മാർച്ച് 21. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് ഈ മാർച്ച് 21. ജൂൺ 21 ദക്ഷിണാർദ്ധഗോളത്തിൽ പകൽ ഹ്രസ്വവും രാത്രി ദൈർഘ്യമേറിയതുമായിരിക്കും. ജൂൺ 21. രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. മാർച്ച് 21 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രി അനുഭവപ്പെടുന്നു. എന്നാൽ ജൂൺ 21 ദക്ഷിണാർദ്ധഗോളത്തിൽ പകൽ ഹ്രസ്വവും രാത്രി ദൈർഘ്യമേറിയതുമായിരിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനവും ജൂൺ 21. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള പകൽ അനുഭവപ്പെടുന്ന ദിനം ജൂൺ 21. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകൽ അനുഭവപ്പെടുന്ന ദിവസം ജൂൺ 21. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജ ലഭ്യതയുള്ള കാലയളവ് മാർച്ച് 21 മുതൽ സെപ്റ്റംബർ 23 വരെ.
ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജ ലഭ്യതയുള്ള കാലയളവ് മാർച്ച് 21 മുതൽ സെപ്റ്റംബർ 23 വരെ. ഈ ജൂൺ 21 ലോക യോഗ ദിനമായി തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞില്ലേ? അതിന് കാരണം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ജൂൺ 21 ആയതിനാലാണ്. അതായത് യോഗയുടെ ജന്മദേശമായ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്. നെക്സ്റ്റ്, ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജ ലഭ്യതയുള്ള കാലയളവ് സെപ്റ്റംബർ 23 മുതൽ മാർച്ച് 21 വരെ. ദക്ഷിണാർദ്ധഗോളത്തിൽ പിന്നെ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജ ലഭ്യതയുള്ള കാലയളവാണ് മാർച്ച് 21 മുതൽ സെപ്റ്റംബർ 23 വരെ. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജ ലഭ്യതയുള്ള കാലയളവ് സെപ്റ്റംബർ 23 മുതൽ മാർച്ച് 21 വരെ. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലം അനുഭവപ്പെടുന്ന മാസങ്ങളാണ് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ. ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലം അനുഭവപ്പെടുന്ന മാസങ്ങളാണ് സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ. ഉഷ്ണകാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലെ 2 പരിവർത്തന കാലങ്ങളാണ് വസന്തകാലവും ഹേമന്തകാലവും. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്, തിരിഞ്ഞു പോകാതെ പഠിച്ചെടുക്കണം. നെക്സ്റ്റ്, അതിവർഷം എന്താണെന്ന് നോക്കാം. ഭൂമിക്ക് സൂര്യന് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഒരു വർഷം എന്നല്ലേ പറയുന്നത്. ഈ ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണ്. 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 45 സെക്കൻഡ് ഇത്രയും വേണ്ടി വരുന്നു. സാധാരണ ഒരു വർഷമായി കണക്കാക്കുന്നത് 365 ദിവസങ്ങളെയാണ്. പരിക്രമണ കാലയളവിൽ ബാക്കിയുള്ള 6 മണിക്കൂറിലെ, അതായത് 1/4 ദിവസം തുടർച്ചയായ 4ാമത്തെ വർഷത്തിൽ ഉൾപ്പെടുത്തി 366 ദിവസങ്ങളുള്ള വർഷമായി കണക്കാക്കുന്നു. ഇപ്രകാരം 4 വർഷത്തിലൊരിക്കലുള്ള ഫെബ്രുവരി മാസത്തിൽ 29 ദിവസങ്ങളാണ് ഉള്ളത്. ഈ വർഷത്തെയാണ് അതിവർഷമെന്ന് വിളിക്കുന്നത്. 4 വർഷത്തിലൊരിക്കലാണ് ഫെബ്രുവരി മാസത്തിൽ 29 ദിവസം വരുന്നത്. ബാക്കി എല്ലാ വർഷത്തിലും ഫെബ്രുവരി 28 ദിവസമാണ് ഉള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ മസ്റ്റായിട്ട് നല്ലതുപോലെ കണ്ട് തിരിഞ്ഞു പോകാതെ പഠിച്ചെടുക്കണം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. പുതിയ ക്ലാസ്സുകൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.